ഹലോ ഗൈസ്, വണ്ടി എടുത്തതിന് ശേഷം ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പോകുന്നതാണ്. കൊഴുക്കുമലയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, ഫാമിലിയൊന്നും കൊണ്ടുപോകുന്നില്ല. ഓക്കെ, ഉറക്കത്തിലാണ് രണ്ടും. വിളിച്ചോണത്തിൽ ഒരു ബൈ പറഞ്ഞു പോവാം. അല്ലെങ്കിൽ അവൻ രാവിലെ ആകുമ്പോഴത്തേക്ക് ഫോൺ ഒളിയായിരിക്കും എന്ന് പറയാതെ പറയുന്നത്. ഓക്കെ, തേടും കണ്ണിലൂടെ മായും നോവിലൂടെ പോയിട്ട് വരാം. വനവില്ലേ നോക്കുകില്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, വന്നിട്ടുണ്ടോ അവന്മാരൊക്കെ? അവന്മാരെയും കൂടി കാണിച്ചാൽ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ. ഹേമന്തം മൂടി മൂടി താഴ്വാരം മാഞ്ഞതല്ലേ വീണൊഴിഞ്ഞു മണ്ണിലാകെ തുവസന്തം വന്ന പോലെ പിന്നെ നാം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് എവിടെ എത്തിയ 5:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നടത്തിയതാ. ഓക്കെ, ഇതാണ് ചായക്കട, പൊന്നൂസ് കോഴിക്കോട്. യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ നമ്മൾ ഫ്രണ്ട്സ് ചേർന്നൊരു യാത്ര പ്ലാൻ ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ 3 ഫ്രണ്ട്സാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമാണുള്ളത്. അപ്പോൾ അതിൽ ഈ 2 പേരാണ് ഇത്. മൊത്തത്തിലൊരു 6 പേരാണ് നമ്മൾ ഈ ഗ്യാങ് വരുന്നത്. അപ്പോൾ ബാക്കി 3 പേർക്ക് വരാൻ പറ്റിയില്ല. സോ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രിപ്പ് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാനും ശരത്തും വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. സോ അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ ഇതൊരു കുറച്ചൊരു നാളെ ഒരു മാസമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കൊഴുക്കുമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോയാലോ. കാരണം അത്യാവശ്യം കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇതിന് ഒരു 300 കിലോമീറ്ററോളം വൺ വേ ഉണ്ട്. ഈ ട്രിപ്പ് ആക്ച്വലി പ്രവീണാണ് ലീഡ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ട്രിപ്പിൻ്റെ വിശേഷങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്ന സ്ഥലമാണ്. അത് മുണ്ടക്കയമാണ്. മുണ്ടക്കയം ടൗൺ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ്. അവിടെയാണ് ഗൈസ്. സമയം ഇപ്പോൾ 9:30.
പേഴ്സണലി ഇതെൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഹിമാലയൻ എടുത്തതിന് ശേഷമുള്ള. സോ റൈഡിങ് ഗിയേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്, ട്രിപ്പിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായിരുന്നു. ഞാൻ കംഫർട്ടബിളായിരുന്നു, നമ്മളെല്ലാവരും ഓക്കെ ആയിരുന്നു. ഒരു 2 hours നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്യും, പിന്നെ ഒരു 20 minutes ബ്രേക്ക് എടുക്കും. അങ്ങനെയാണ് നമ്മൾ റൈഡ് ചെയ്ത് എത്തുന്നത്. കരൈ വന്ന പിറകെ പിടിക്കുത് കടലൈ നரை വന്ന പിറകെ புரியுது உலகை நேற்றின் இப்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தம் ஆக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளையோரர்த்தம் காட்டுமே வாழாய வாழ்வை வாழவே தாழாமல் மேலே போகிறேன். മഴ പെട്ടു ഗൈസ്, പെട്ടു. നമ്മൾ ആക്ച്വലി ലൊക്കേഷനിലെത്തി, അത് ഇവിടെ എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നല്ല മഴ, ബൈക്കിലെ ലഗേജ് ഫുള്ള് നനയും, ഡ്രസ്സെല്ലാം നനയും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ. സൂര്യനെല്ലിയാണത്, സൂര്യനെല്ലി. നമുക്കിവിടെയാണ് സ്റ്റേ എടുത്തേക്കുന്നത്. എന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്, കൊളുക്കുമലയിൽ. അപ്പോൾ നമ്മൾ കൊളുക്കുമല എത്തിയിട്ടുണ്ട്. ആക്ച്വലി സൂര്യനെല്ലിയാണ്, കൊളുക്കുമലയല്ല. ഇതാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. എഫ്രൈം കോട്ടേജാണ്. നമുക്ക് 3 പേർക്കും കൂടി പെർ ഹെഡ് വരുമ്പോഴത്തേക്ക് 2200 ആണ്. ഇതാണ് വ്യൂ. കുറച്ച് ദൂരെ ഇറങ്ങി വരണം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. ഇനി അതിൻ്റെ അകത്തൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ റൂം. 2 ബെഡ്. നമ്മൾ പ്രീ ബുക്ക് ചെയ്താണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്തിയത്. ബെസ്റ്റോ ഗ്രീൻ സ്റ്റേ എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത്. നമ്മൾ എഫ്രൈം കോട്ടേജാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പാക്കേജ് ആയിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതെന്ന് പറയുമ്പോൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആവുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ചെല്ലുന്ന ഡേയിലുള്ള ഡിന്നറ്, ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാവും, പിന്നെ DJ നൈറ്റ്, നെക്സ്റ്റ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ്, കൊളുക്കുമലയിലേക്ക് പോകുന്ന ട്രെക്കിങ്, ഇത്രയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ പാക്കേജ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡിന്നറ്. ഇത് ഓൾറെഡി പാക്കേജിലുണ്ടായിരുന്ന ഫുഡാണ്. അത് നല്ല അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. അതിരാവിലെ തന്നെ 4:30 ആയപ്പോഴത്തേക്ക് തന്നെ നമുക്ക് കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ് സീസൺ ആയിരുന്നിട്ട് കൂടി നല്ല തിരക്കായിരുന്നു കൊളുക്കുമലയിൽ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അടിപൊളി തിരക്കായിരുന്നു. നമ്മൾ ഇത്രയും തിരക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു.
8 കിലോമീറ്ററോളം നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട്. അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന ഒരു ജീപ്പ് സഫാരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ ഏറെക്കുറെ സാധാരണ ഒരു റോഡും പിന്നെ ഉള്ളത് പക്ക ഓഫ് റോഡുമാണ്. സോ നട്ടലൊക്കെ നല്ല പപ്പട പരുവാവും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ ഓഫ് റോഡ് ഇത്രയും നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ പോയാൽ തന്നെയും നമുക്ക് ഒരിക്കലും നമ്മൾ എന്തോ ഒരു വിഷമം വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സീനിക് ബ്യൂട്ടിയാണ് നമുക്ക് ഈ ഒരു പ്ലേസ് തരുന്നത്. പിന്നെ നമ്മൾ ഈ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ക്ലൗഡ് ബെഡ് കൊളുക്കുമലയിലെ, പിന്നെ സൺറൈസിങ്, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും പോയത്. പക്ഷേ മഴ നമ്മളെ ചതിച്ചു. മഴ ചതിച്ചത് കൊണ്ട് നമുക്ക് ക്ലൗഡ് ബെഡും കാണാൻ പറ്റില്ല, സൂര്യൻ ഉദിക്കുന്നത് അത്ര ഭംഗിയിലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളത് എന്തായാലും എന്തോ കുഴപ്പമില്ല, നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് എന്തായാലും നമ്മൾ വരുന്നുണ്ട് ഇവിടെ. അത് കറക്റ്റ് ഈ ഒരു ക്ലൗഡ് ബെഡും സൺറൈസിങ്ങും കറക്റ്റായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തിരിച്ചിറങ്ങിയത് തന്നെ. இப்போதே அர்த்தமாக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளையோர் அர்த்தம் காட்டுமே வாழாய வாழ்வை வாழவே தாழாமல் மேலே போகிறேன். അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ചെക്കൗട്ട് ചെയ്തു. இன்றே இங்கே மீழ்கிறேன். வாழாய வாழ்வை வாழவே தாழாமல் மேலே போகிறேன். പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും അവിടെ നിന്ന് ചെയ്യാൻ പറ്റിയില്ല. സോ വരുന്ന വഴിക്ക് ഒരു റിപ്പിൾ ടീയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് കണ്ടു. ഞാൻ അവിടെ കയറി കുറച്ച് തേയിലയും മോന് വേണ്ടി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു വന്നു. ഹലോ ഗൈസ്, നല്ല മഴയാണ് മൂന്നാറ്. നമ്മളിപ്പോൾ പ്രോപ്പർ ടൗണിലല്ല, ടൗണിൽ നിന്ന് കൊളുക്കുമലയിൽ നിന്ന് മൂന്നാറിലോട്ട് കയറുന്ന മെയിൻ റോഡ് എത്തി, ഗ്യാസ് റോഡിലോട്ട് കയറുന്ന അവിടെ എത്തി. നല്ല മഴയാണ്, നല്ല മഴയായിട്ട് കയറിയിരിക്കുകയാണ്. കാണിച്ചു തരാം. പിന്നെ ഗൈസ്, ചായ, പഴംപൊരി, ബീഫ്, തേയിലത്തോട്ടം, മഴ. എൻ്റെ സാറേ, അന്യായം. ഞങ്ങൾ എവിടെയൊക്കെ പോയാലും ഫുഡിന് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാറുള്ളത്. ആ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മാക്സിമം അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു ട്രിപ്പും. എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് ട്രിപ്പുകൾ പോവുക എന്നുള്ളത്. അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ, ഫ്രണ്ട്സ്, ഫാമിലിയിലൂടെ, സ്വന്തം ബൈക്കിൽ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഒരു ജേണി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള ഞങ്ങളുടെ എല്ലാ യാത്രകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. ബൈ.